ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ലോഞ്ച് അല്ലേ? ലോഞ്ച് എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? അത് മാത്രമല്ല, കളി തുടങ്ങിയിരിക്കുകയാണ്. ഒരു താമസവും ഇല്ല. കളി ദാ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ അടി തുടങ്ങിക്കഴിഞ്ഞു, അവിടെ ബഹളം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരായിരിക്കും? അതെ, അത് കോമളർ അനീഷ് ആകുമോ? എന്നാൽ അവിടെ വേറെ രീതിയിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ കാണുന്നു. നാളത്തെ പ്രൊമോയ്ക്കകത്ത് ഭയങ്കര അടിയും ബഹളവും ഒക്കെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റാർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, 3 പേർക്ക് സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ടാസ്കിൽ വിജയിച്ച 3 പേർക്ക്, ബിന്നി, അതേപോലെ തന്നെ ഷാനവാസ്, അതേപോലെ തന്നെ നമ്മുടെ ആര്യന് 3 പേർക്കും സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റാർ കിട്ടിയവർക്ക് മാത്രമേ ഡ്രസ്സ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ആർക്കും ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അവർക്കൊരു യൂണിഫോം ആണ്. അപ്പോൾ ബാക്കിയുള്ളവർ ഈ സ്റ്റാർ അടിച്ചു മാറ്റണം. മാറ്റുമോ ഇല്ലയോ? അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീട് എങ്ങനെയുണ്ട് അത് എല്ലാം പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇന്ന് നമ്മൾ ആദ്യത്തെ റിവ്യൂ ആണ്, ഓഗസ്റ്റ് 3-ാം തീയതി. അതെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചെറിയ കാര്യങ്ങൾ പറയാം, ചെറിയൊരു റിവ്യൂ പറയാം. ഇന്നത്തെ എപ്പിസോഡ് സൂപ്പറായിരുന്നു. ഗ്രാൻഡ് ലോഞ്ച് സൂപ്പറായിരുന്നു. പിന്നെ ലാലേട്ടൻ പറയേണ്ട, സൂപ്പറായിരുന്നു. ഇതേപോലത്തെ ലാലേട്ടനെ നമുക്ക് വീക്കെൻഡിലും കിട്ടണം. അത് മാത്രമല്ല, എല്ലാ കണ്ടസ്റ്റൻസും അതെ അവരെല്ലാം പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും അവർ വളരെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഓൾറെഡി ആ കാർഡ് പാടില്ല, ഈ കാർഡ് പാടില്ല, സിമ്പതി കാർഡ് പാടില്ല, സോപ്പിംഗ് കാർഡ് പാടില്ല. അപ്പോൾ ലാലേട്ടനെ വന്ന് സോപ്പിടാനൊന്നും ആരും നിന്നിട്ടില്ല. എല്ലാവരും വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു. വളരെ ലിമിറ്റ് ചെയ്തിട്ടാണ് പോയത്. നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർ വരെ വളരെ അടങ്ങി, വളരെ അവരുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു, തന്മയത്വത്തോടെ പ്രസന്റ് ചെയ്താണ് മുന്നോട്ട് വന്നത്. രേണുവൊക്കെ വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. അതേപോലെ തന്നെ എല്ലാ ആൾക്കാരും വളരെ ആലോചിച്ച് കളിക്കാൻ വന്ന ആൾക്കാരാണ്. പിന്നെ അത് മാത്രമല്ല, റിയൽ ആയിട്ട് നിൽക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. റിയലായിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ സേഫ് ഗെയിം കളിക്കില്ല എന്ന് തന്നെ പറയുന്നത്. അത് മാത്രമല്ല, ആദ്യത്തെ ദിവസം തന്നെ മത്സരമായ ഒരു ഗെയിം സ്പിരിറ്റ് എല്ലാവർക്കും ഉണ്ട്. സ്റ്റാറിന്റെ പുറകെ എല്ലാവരും നടക്കുന്നുണ്ട്. ആരും അടങ്ങിയിരിക്കുന്നില്ല. പിന്നെ കോമണറിന്റെ കാര്യം പറയാമെങ്കിൽ, കോമണർ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ കാൽക്കുലേറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ്. എല്ലാവരെയും ചൊറിഞ്ഞ് ഒന്ന് അകന്ന് നിന്ന് കളിക്കാനുള്ള പരിപാടിയാണ്. അത് മാത്രമല്ല, നമ്മുടെ ആരുടെ കൂടെ സ്റ്റാർ നേടാൻ വേണ്ടി പുറകെ നടക്കുന്നുണ്ട്. പ്രൊമോയ്ക്കകത്ത് അനീഷിനെ തന്നെ ഇറങ്ങി വാ, അകത്ത് ഒളിച്ചിരിക്കാതെ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അനീഷ് അവിടെ കളിക്കാൻ നോക്കുന്നുണ്ട്. അനീഷ് കണ്ണിൻ്റെ കരടാവോ അതോ നല്ല ഗെയിമറാവോ? എന്നാലും ഗെയിം കളിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുന്നില്ല. അവിടെ ആരും വെറുതെ ഇരിക്കില്ല. എല്ലാവരും ഗെയിം കളിക്കും കേട്ടോ ഈ സീസണിൽ. അതേപോലെ തന്നെ വീട് അതിമനോഹരമായ വീടാണ്. പണിപ്പുര, അതാണ് പണി കൊടുക്കുന്ന സ്ഥലം. എല്ലാവരുടെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം പണിപ്പുരയ്ക്കകത്താണ്. ഇനി അത് ഗെയിം കളിച്ച് നേടിയെടുക്കണം. അതാണ് സംഭവം. വീട് വളരെ മനോഹരം. അകത്താണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്, പുറമേ ഉള്ളതിനെക്കാട്ടി. പക്ഷെ പൂളും കൂടി ഒന്ന് വേണമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം. ആദ്യം കാണിക്കുന്ന ലാലേട്ടൻ്റെ ശബ്ദമാണ്. ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്. പിന്നെ സ്റ്റേജ് കാണിക്കുന്നു. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ്, ഒരു ബ്ലോക്സ് പോലെയാണ് സ്റ്റേജ് വെച്ചേക്കുന്നത്. ഇനി തുടങ്ങാം 7ന്റെ കളിയാട്ടം. ബിഗ് ബോസ് വീട്ടിലേക്ക് ലാലേട്ടൻ നമ്മളെ ക്ഷണിക്കുകയാണ്. ലാലേട്ടൻ വാതിൽ ഇങ്ങനെ തുറക്കുന്നു. ലാലേട്ടൻ താഴെ ഇരിക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ. പൂ പറിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ലാലേട്ടൻ അവിടെ എന്തൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക, ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഞാൻ തന്നെ ഫിറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഇതൊക്കെ അഴിച്ചു കളയും ടാസ്കിൻ്റെ സമയത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. വാ, നമുക്ക് വീട് പരിചയപ്പെടുത്താം. എന്ത് രസമായിട്ടാണ് ലാലേട്ടൻ വീട് പരിചയപ്പെടുന്നത്. നോക്കൂ, വിശാലമായ ഗാർഡൻ. പണിപ്പുര, അതിൻ്റെ കാര്യം ഞാൻ പറയാം എന്ന് ലാലേട്ടൻ പറഞ്ഞ് അകത്തോട്ട് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ അഞ്ചിപ്പോവും. അത്ര രസമുണ്ട് കാണാൻ. ലൈറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ചെന്ന് കയറുമ്പോൾ തന്നെ വലിയൊരു വൃക്ഷമാണ്. അതിൻ്റെ ചോട്ടിലാണ് നമ്മുടെ കിച്ചൺ ഏരിയ ഇരിക്കുന്നത്. നല്ല വലിയ സ്പേസ് ആണ്. കിച്ചൺ ഏരിയയിൽ ഒതുങ്ങാൻ നിന്നാൽ പണി കിട്ടുമെന്ന് ലാലേട്ടൻ പറയുന്നു. പിന്നെ ഓരോ കുഞ്ഞു സാധനങ്ങളെയൊക്കെ ടൈൽസ് ഇവിടെ നിന്നാണ്, ഇത് ഇവിടെ നിന്നാണ്, അവിടെ നിന്നാണെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡൈനിങ് ടേബിൾ ഇച്ചിരി ചെറുതാണ്, അത് റൗണ്ടാണ്. സ്റ്റോർ റൂം വഴിയും പണി കിട്ടും. പിന്നെ ബെഡ്റൂം വിശാലമായ ബെഡ്റൂമൊന്നും അല്ല. അതെ, ഒന്നിച്ച് കിടക്കാനുള്ളതാണ്. പക്ഷെ വലിയ സ്പേസ് ഒന്നുമില്ല. പിന്നെ കൺഫെഷൻ റൂം നല്ല രസമുണ്ട്. അപ്പം അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് വരുന്നത്. ലാലേട്ടാ, എന്തുണ്ട് വിശേഷം? അപ്പോൾ ലാലേട്ടൻ പറയണം, ഞാൻ കുമ്പസരിക്കാൻ പോവുകയാണ്. കാര്യം ചെയ്ത പാപത്തിനല്ല, ചെയ്യാനിരിക്കുന്ന കാര്യത്തിന്. അങ്ങനെ അപ്പം പണി കൊടുക്കും. അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ എന്താ പണി കൊടുക്കും എന്ന് പറഞ്ഞത്? ഞാൻ പറയാം, വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് സെൻറ്റർ ഗാർഡൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ആ സെൻറ്റർ ഗാർഡൻ നല്ല രസമുണ്ട്, പൂമ്പാറ്റകളൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ ഒരു പൗഡർ റൂമുണ്ട്, നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയയിൽ നല്ല വിശാലമായ ലിവിങ്, റൗണ്ട് ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ്. വാഷ്റൂം കാണിക്കുന്നുണ്ട്. അതിൽ 2 ടോയ്ലറ്റ്, 2 ബാത്റൂമും, ഒരു ചേഞ്ചിങ് റൂമും. അതിനകത്ത് വെച്ച് തത്തമ്മമാരൊക്കെ ഉണ്ട്. അങ്ങനെ ലാലേട്ട, അപ്പോൾ ബിഗ് ബോസ് എന്താണ് ലാലേട്ടൻ ഉദ്ദേശിക്കുന്ന പണി? വാ, കാണിച്ചു തരാം. ഞാൻ ആദ്യം ജയിലിലേക്ക് കൊണ്ടുവന്നു. ജയിലിൻ്റെ കാര്യം കട്ടപ്പോ കേട്ടോ.
ജയില് സത്യം പറഞ്ഞാൽ 7, പക്ഷെ ജയിലിൽ കിടക്കാൻ പറ്റില്ല. ജയിലിൽ ഇങ്ങനെ നമുക്ക് ചാരി നിൽക്കാനേ പറ്റത്തുള്ളൂ, ഇങ്ങനെ ചരിഞ്ഞ് കയറണം, അതൊക്കെയാണ് ജയില്. അതേപോലെ തന്നെ എന്താണ് ഈ ലാലേട്ട ഇപ്പോഴും പറഞ്ഞില്ലല്ലോ, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് മീശയൊക്കെ പിരിച്ച് ലാലേട്ടൻ്റെ ഒരു നടത്തമുണ്ട്. എങ്ങോട്ടേക്ക്? പണിപ്പുരയിലേക്ക്. ഇതാണ് പണിപ്പുര. പിന്നെ ബിഗ് ബോസിൽ കയറാൻ വരുന്ന ആൾക്കാർ ഭയങ്കര സ്വപ്നങ്ങളുമായിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ കയറിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളെ തന്നെ കുറ്റം പറയും, ആരെയൊക്കെയോ വെച്ച് പറയും പോലെ കേട്ടാ. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പണിപ്പുരയിൽ ലാലേട്ട പണിപ്പുരയിലേക്ക് അങ്ങ് കയറുകയാണ്. നോക്കുമ്പം ബിഗ് ബോസ് മത്സരാർത്ഥികൾ കൊണ്ടുവന്ന് അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള ഇവർ ഓരോ സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അതെല്ലാം ഇവിടെ കൊണ്ട് വെച്ചേക്കുകയാണ്. ഇനി ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ ടാസ്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ പണിപ്പുറ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. സേഫ് ഗെയിം ഈസ് എ ഡേർട്ടി ഗെയിം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഡയലോഗ്. ഇതൊക്കെ നടന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട് മൊത്തത്തിലൊന്ന് കാണിക്കുന്നു. ബാക്ക് ടു സ്റ്റേജ് ലാലേട്ടൻ. അങ്ങനെ ലാലേട്ടൻ്റെ എൻട്രിയാണ്. ശരവണ മുരുകനിക്ക് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങോട്ട് എമ്പുരാനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ടൊക്കെ പാടി ഇങ്ങോട്ട് വരെയാണ് ലാലേട്ടൻ. അപ്പോൾ വെൽക്കം പറയുന്നു. അപ്പം ഇത്തവണ ചെറിയ കളികളല്ല, കളിക്കാരുമല്ല എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം കണ്ടസ്റ്റൻസ് മാസ്ക് ഇട്ടിട്ടാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിപ്പുര സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരു ടാസ്ക് നടക്കുന്നു. റെനീഷയാണ് ടാസ്ക് നടത്തുന്നത്. റെനീഷ ഇങ്ങനെ മറ്റേ ബുൾഡോസറിലൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്നൊക്കെ പറഞ്ഞ് റെനീഷ വരുന്നുണ്ട്. അപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ മഷിമുദ്ര എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്. ആ ടാസ്കിലാണ് നമ്മുടെ 3 പേര് ജയിച്ചത്. അത് ഒന്നുമില്ല, നമുക്ക് നമ്മുടെ കണ്ണ് കെട്ടിയിരിക്കും മത്സരാർത്ഥികളുടെ. നമ്മുടെ ഫാമിലി മെമ്പർ കൂടെ ഉണ്ടാവും. അവരാണ് നമുക്ക് വഴികാട്ടി തരേണ്ടത്. കുറേ മെഡൽസ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ മെഡൽ അവർ കണ്ടുപിടിച്ച് തരണം. അതായത് നമ്മളിങ്ങനെ നടക്കും, നമ്മളെ നയിക്കേണ്ടത് അവരാണ്. ഓക്കെ, നമ്മൾ ഫാമിലി മെമ്പേഴ്സാണ്. അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയണം എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ ബ്ലൈൻഡ്സ് വിട്ടിട്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് നമ്മൾ അത് മെഡലെടുത്ത് കഴുത്തിൽ കൂടെ ഇട്ട് ഒരു ലൈൻ കടന്ന് അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്ലൈൻഡ്സ് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു കുങ്കുമം വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അതാണ് എന്നിട്ട് അത് ഗ്ലാസ്സിൽ പതിക്കണം കേട്ടോ. അപ്പം ടൈമിംഗ് അവിടെ നോട്ട് ചെയ്യും. അതിൽ ഏറ്റവും കുറഞ്ഞ ടൈമിങ്ങിൽ ചെയ്ത വ്യക്തികളാണ് നമ്മുടെ ഷാനവാസും ആര്യനും അതേപോലെ തന്നെ ബിന്നിയും. ഓക്കെ, അങ്ങനെ ആദ്യത്തെ മത്സരാർത്ഥി വരെയാണ്. കോമണർ അനീഷ്. അപ്പം ലാലേട്ട, ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു, പക്ഷേ ഞാൻ ഇതിനു വേണ്ടി എൻ്റെ ജോലിയെല്ലാം ലീവിലാണ്. എത്ര വർഷം? 2-3 കൊല്ലമായി. ഞാനൊരു സ്ത്രീ വിരുദ്ധരാണ് ബേസിക്കലി. ഓഹോ, പുരുഷന്മാരെ മാറ്റി നിർത്തരുത്. സ്ത്രീയോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ജെന്യുവിനായിട്ട് പ്രതികരിക്കും. ഞാൻ ഫുൾ പ്ലാനിങ്ങും പ്ലോട്ടിക്കായിട്ട് വന്നേക്കണത്. നോക്കിക്കോ, കപ്പ് കോമണറിന് തന്നെ മനസ്സിനകത്ത് അനീഷ്. ഓക്കെ, ശരി. ടാസ്ക് ഒക്കെ ചെയ്തായിരുന്നോ? പിന്നെ അപ്പോൾ വീട്ടിൽ കയറിക്കോ. ഓ ശരി. സാധാരണക്കാരൻ ഞാൻ വന്നിരിക്കുകയാണ്. ഇതെന്താണ് സംഭവം? ആദ്യം ജയിലിൻ്റെ അടുത്തേക്കൊക്കെ പോവും. ഇതെന്താണ്? ഓ, ജയിലാണ്, ജയില്. ഇതെന്താ സംഭവം? ഇതെന്താ അലക്കുകല്ലാണോ? അല്ല, അത് കിടക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് അനിമോൾ വരുന്നു. അനിമോള് ബേബി 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 എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ ലൈവിനകത്ത് അവിടെ സ്റ്റാർ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ലൈവിൽ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. അപ്പോൾ ബേബി 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 വാട്ട് ആർ യു ഡൂയിങ് ബേബി. അത് കഴിഞ്ഞിട്ട് ഇൻട്രോ കാണിക്കുന്നു, ടാസ്ക് കാണിക്കുന്നു അനിമോളുടെ. അനിമോൾ വീട്ടിൽ കയറുന്നു. അപ്പോഴത്തേക്കും അനീഷ് അവിടെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിമോള് ഹായ് ചേട്ടാ. അപ്പോൾ അനീഷ് അനുക്കുട്ടി മനസ്സിനകത്തെ അയ്യോ ഇത് അനിമോളല്ലേ, അയ്യോ സ്ട്രാറ്റജി മിണ്ടണ്ട, ആരാ? അപ്പോൾ അനിമോൾ ഇത്രയും സെലിബ്രിറ്റി ആയ എന്നെ അറിയത്തില്ലേ, ആരാണ് ചേട്ടാ? ഞാൻ വരട്ടെ ചേട്ടാ? വേണ്ട, ഇങ്ങോട്ട് വരണ്ട, ഇത് ബിഗ് ബോസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന്. അപ്പോൾ അനീഷ് മനസ്സിൽ സമാധാനം, ഞാൻ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങോട്ട് വരണ്ട, പോ ചേട്ടാ, ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വരും. ചേട്ടാ എൻ്റെ പേര് അനിമോൾ. എന്താ പേര്? മനസ്സിലായില്ല, ആരാണ് നിങ്ങൾ? അപ്പം അനിമോൾ ഇത്രയും ഫേമസ് ആയ എന്നെ അറിയില്ല, അത് മാത്രമല്ല പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇത്രയും വന്നിട്ട് ഇയാളാരാണ്? ഇയാളെ അറിയില്ലല്ലോ നമുക്ക്. ചേട്ടാ ഞാൻ അനിമോള്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊന്നുമില്ല, സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ലേ നേരിട്ട് കാണുന്നത്? ഓഹോ, നേരിട്ട് കാണുമ്പോൾ വലിയ ഗ്ലാമറൊന്നും ഇല്ല കേട്ടോ. അല്ല, നേരിട്ട് കാണുമ്പോൾ ഇത്ര ഗ്ലാമറൊന്നും ഇല്ലാന്ന്. ദൈവമേ, മിന്നിച്ചേക്കണേ, ഇവളെ ചൊറിഞ്ഞ് നോക്കിക്കോ. ആണോ ചേട്ടാ? അയ്യോ ഇത് ഈ പക്ക ഗെയിം സ്ട്രാറ്റജി. അപ്പോൾ അനിമോൾ മനസ്സിലാക്കുന്നുണ്ടാവും, ഇങ്ങേര് കോമണർ കളിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്, മിക്ക ചൊറിഞ്ഞ് ഗെയിം കളിക്കുന്ന പരിപാടിയാണ്. എന്നാലും ദേഷ്യം കാണിക്കാതെ നിൽക്കാം. ചേട്ടാ ടാറ്റാ, ശരി ശരി, ചേട്ടൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആര്യൻ കത്തോറിയ വരെയാണ്. അപ്പം രൺവീർ കപൂറിനെ പോലെ ഇരിക്കുന്ന ആര്യൻ ഇൻട്രോ ഒക്കെ കാണിക്കുന്നുണ്ട്. ലക്കി ചെയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ ആരെയോ കുത്തിപ്പിടിച്ച് മേടിക്കും കേട്ടോ. ലൈവ് നടക്കുമ്പോഴേ മിക്കവാറും സ്റ്റാർ ആരെയോ പിടിച്ച് മേടിക്കുന്നുണ്ട്. മിക്കവാറും ബിന്നിനെയാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മേ, അടിയും ബഹളമാണല്ലോ ഈശ്വര. മേടിച്ച് കഴിഞ്ഞ് നിങ്ങൾ ബിന്നിനെയാണ് കേട്ടോ. ബിന്നിനെയാണെന്ന് തോന്നുന്നു സ്റ്റാർ മേടിച്ച്
കഷ്ടം. പോട്ട്, നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. അപ്പം ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലവ് സ്ട്രാറ്റജി ഉണ്ടെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഞാൻ ഒഴുക്ക് പോലെ അങ്ങ് പോവും. ആര്യാ അങ്ങനെ വീട്ടിൽ കയറുന്നു, പരിചയപ്പെടുന്നു. അപ്പം അനീഷ് ആരാണ്, ആര് വന്നാലും ഞാൻ ആരാണെന്നേ ചോദിക്കുള്ളൂ. എനിക്കിവിടെ ലാലേട്ടനെ പോലും ഞാൻ ആരാണെന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. ലാലേട്ടൻ്റെ അടുത്ത് വരെ ആരാണെന്ന് ചോദിക്കും, എനിക്കറിയത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ആരാണ്, എല്ലാവരും ആരാണ്? ഞാൻ ആര്യൻ. ഓഹോ, എന്താണ് ജോലി? അപ്പം ഞാൻ ആക്ട് ചെയ്യും. ആക്ട് ചെയ്യുമോ? ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ ആക്ടിങ് ഒന്നും. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ടോ? ഞാനൊന്നും കണ്ടിട്ടില്ല. 4 പടത്തിലോ? 4 പടമാണോ? ഞാൻ കണ്ടിട്ടില്ല. നന്നായി, സന്തോഷമായ അനീഷിന്. ഏറ്റു. അപ്പോൾ ആര്യൻ, ഇതെന്തുവാണിത്? അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ കലാഭവൻ സരിക വരെയാണ് എൻട്രി. അപ്പോൾ അനീഷ് അപ്പം അതിങ്ങനെ വരാം. അപ്പോൾ ഓക്കെ. അപ്പം അനീഷ് അവിടെ നിന്നുണ്ട്. ബിഗ് ബോസ് ഫസ്റ്റ് എൻട്രി തന്നേക്കുന്നത് എനിക്കാണ്, സാധാരണക്കാരനായ ഒരു കോമഡറിന്. എങ്ങനെയുണ്ട്? അതിലെ വിന്നറായിട്ട് ഞാനിവിടെ എത്തി. അത് കഴിഞ്ഞ് അക്ബർ ഖാൻ വരുന്നു, RJ ബിൻസി വരുന്നു, ഒണിയൽ സാബു വരുന്നുണ്ട്. ഒരു പുള്ളിക്കാരൻ അഡ്വക്കേറ്റാണ്, ഷെഫാണ്, ട്രാവലറാണ്. കൂളിംഗ് ഗ്ലാസ് ഒന്നും വെക്കാതെ പുള്ളിക്കാരന് പറ്റത്തില്ല. മിക്കവാറും അതൊക്കെ ആയിരിക്കും അവിടെ വെച്ചിട്ടുണ്ടാവുന്നത്. അകത്ത് കയറുന്നു അനീഷ്. എന്താ പേര്? എൻ്റെ പേര് ഒണിയൽ സാബു. അപ്പോഴത്തേക്കും അനീഷ്, അതെന്ത് പേരാണ്? ഞാൻ 1 റിയൽ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. കയറ്റാൻ മതിയായിരുന്നു. അപ്പോൾ ഓണിയൽ ശരിയാവുന്നില്ല ഇങ്ങനെയൊക്കെ. ഞാൻ ഇന്നത്തെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് ഞാൻ കാണിച്ചു കൊടുക്കാം. പിന്നെ കോമണറും ആയിപ്പോയി. കോമണറിനെ പിടിച്ചാൽ പുറത്തുള്ള കോമണേഴ്സിന് എങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞ് ബിന്നി വരുന്നുണ്ട്. ചൈനയിൽ MBBS പഠിച്ചതാണ് ബിന്നി. പിന്നെ ഇപ്പം ആക്ടിങ് നിൽക്കുകയാണ്. വീട്ടിനകത്ത് കയറുകയാണ്. അപ്പം അനുമോള്, ചക്കരേ, അയ്യോ എൻ്റെ കുഞ്ഞു. ആരെ നമ്മുടെ അനുമോളും ബിന്നിയും. ബിൻസിയും പറഞ്ഞു, തെറ്റിപ്പോകുന്നുണ്ട്, സോറി, ബിന്നി. അപ്പം അനീഷേട്ടൻ എവിടെ? അനീഷേട്ടൻ മാത്രം ഇയാളിത് എവിടെ പോയി? അപ്പം അനീഷ് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിശ്രീയുടെ എൻട്രിയാണ്. അഭിശ്രീ കിടിലം ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്, ക്രിക്കറ്റ് ലവറാണ്. മാത്രമല്ല ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിലെന്ന് പറയാനില്ല. പുള്ളിക്കാരൻ വളരെ എനർജറ്റിക്കും വളരെ എന്താണ് പറയേണ്ട സ്പോർട്സ് പേഴ്സൺ ആണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ വീട്ടിലേക്ക് കയറുകയാണ്. അത് കഴിഞ്ഞിട്ട് റെന ഫാത്തിമ വരുന്നുണ്ട്. ക്യാബിൻ ക്രൂ ആവാനൊക്കെ ആയിരുന്നു ആഗ്രഹം. കൊച്ചു മോളാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഹൗസിൻ്റെ നിർമ്മാണമൊക്കെ കാണിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് മുൻഷി രഞ്ജിത്തിൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അനുമോള് രഞ്ജിത്തേട്ട, രഞ്ജിത്തേട്ട എന്തുണ്ട്? അനുമോളെ ഒരു കാര്യം ചെയ്യ്, കയറുമ്പോൾ തന്നെ എന്തെങ്കിലും പറയാം. അനുമോളെ നിനക്ക് വേണ്ടിയുള്ള ചിപ്സും മറ്റേ അച്ചപ്പവും ഒക്കെ ഞാൻ കൊണ്ടുവരാൻ പഠിച്ചു. അപ്പോൾ അനുമോള് ഇങ്ങനെ എടുത്ത് ചിരിച്ചോണ്ട് പോയിട്ട് ഫുൾ ചളിയാണ്, വന്ന് കയറുമ്പോൾ തന്നെ ചളി അടിക്കാനാ ചേട്ടാ അനുമോളെ. അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗിസേൽ വരുന്നത്, ടക്രാൽ വരുന്നത്. ആജ് കീ രാത് എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വേണ്ട ഹിന്ദി പിടിക്കണ്ട, മലയാളം പിടിക്കാം. ശങ്കരിയിലേ രീലേ എന്ന് പറഞ്ഞിട്ട് പാപ്പാട്ട്. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ മലയാളിയാണ് നമ്മുടെ ഗിസേല്. മുംബൈയിൽ ജനിച്ചു വളർന്നതാണ്. ലൈഫ് പാർട്ട്ണർ കേരളത്തിൽ നിന്ന് ആയിക്കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ തന്നെ ഷിഫ്റ്റ് ആവും. അപ്പോൾ ഒരു ലവ് കോംബോ ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളാണ്. ടാസ്ക് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കയറുന്നു. അപ്പോൾ ഗിസേൽ നമ്മുടെ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല, പ്രഡിഷനിലൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആര് ഹിന്ദി ബിഗ് ബോസ് സെറ്റൊന്നും അല്ലല്ലോ ഇത് ആര് ഈ വേഷത്തിൽ? അപ്പോൾ അനുമോളൊക്കെ ആര് അപ്പം ഹായ് ഞാൻ ഗിസയിലാണ്. അപ്പോൾ എല്ലാവരും ഒരു വെറൈറ്റി ആയിട്ട് ആരെങ്കിലുമൊക്കെ വന്നല്ലോ. ഓക്കെ ഹായ് മലയാളിയാണോ? മലയാളിയാണ്, ആലപ്പുഴ. മലയാളിയാണല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അപ്പോൾ സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശാരികയുടെ ഇൻട്രോയാണ് കാണിക്കുന്നത്. ശാരിക നമ്മൾ കാണുമ്പം ഉള്ള ഒരു ഇതൊന്നുമില്ല, കുഞ്ഞ് ആളാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറി വരെയാണ് ശാരിക. അപ്പോഴത്തേക്ക് അനുവും നമ്മുടെ ബിന്നിയും കൂടെ, നമുക്ക് പറ്റിയ ആള്. ഇത് 3 പേരും എൻ്റെ പൊക്കമാണല്ല, ഞാനും അനുവും ബിന്നിയൊക്കെ ഒരേ പൊക്കമാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബിന്നിയും നമ്മുടെ അനുവും കുടിക്കും നമ്മുടെ ആള് കേട്ടോ, നമുക്ക് പറ്റിയ ചേച്ചി വാ ചേച്ചി നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല, ചൂടത്തിയൊന്നുമല്ല, പാവം കേട്ടോ, നമ്മുടെ കൂടെ കൂട്ടാം എന്ന് പറഞ്ഞ് ബിന്നി കൂട്ടിക്കൊണ്ട് പോകുന്നു, ബിന്നിയും നമ്മുടെ അനുവും കൂടി. അത് കഴിഞ്ഞ് ഷാനവാസ് വരുന്നു, വളരെ ശാന്തനായ മനുഷ്യൻ കേട്ടോ, എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് നിവീൻ വരെയാണ്, സ്റ്റൈലിസ്റ്റ് നിവീൻ. ഓക്കെ, ഡാൻസ് ഒക്കെ കളിച്ച് വരെയാണ്. ഹീൽസിൽ ഞാൻ നടക്കും, മിക്കവാറും ഹീൽസ് പിടിച്ച് അകത്ത് വെക്കും കേട്ടോ. ഹീൽസ് നടക്കാനാണ് ആഗ്രഹം. ഒരു പൂച്ച ലവറൊക്കെയാണ്. ഞാനൊരു ഫുൾ പാക്കേജാണ്. ഓക്കെ, എനിക്ക് എത്രയും കഴിവ് ദൈവം തന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ പോയിന്റഡ് ഹീൽസ് ഇട്ട് വീട്ടിൽ ടാസ്ക് ചെയ്യും. ഓക്കെ, വീട്ടിൽ കയറുകയാണ്. അപ്പോൾ കലാഭവൻ സരിക ഓടിപ്പോയിട്ട് ഞാൻ കലാഭവൻ സരിക. അപ്പം നിവീൻ, ഞാൻ വെറും നിവീൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദിലയും നൂറയും കയറുകയാണ്. ലെസ്ബിയൻ കപ്പിൾസാണ് അവർ. ഒരാൾ ആലുവയിൽ നിന്ന്, ഒരാൾ കാലിക്കറ്റിൽ നിന്ന്, ഒന്നിച്ച് താമസിക്കാൻ കൂടെ ആരുമില്ല.
അവർക്ക് ഫാമിലിയിൽ നിന്നൊക്കെ വളരെ എതിർപ്പുകളൊക്കെ ഉണ്ട്. അവർ ഹിസ്റ്ററി മേക്ക് ചെയ്യാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. വീട്ടിൽ കയറുകയാണ്. അത് കഴിഞ്ഞ് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്, അഡ്വക്കേറ്റ് ആണെങ്കിലും അനക്കാട്ടിയും കൂടുതൽ അറിയുന്നത് നമ്മൾ ഈ നമ്മുടെ കോമഡി സ്റ്റാർസ് തൊട്ട് നമ്മൾ കാണാൻ തുടങ്ങിയ ആളാണ്. ഡാൻസൊക്കെ കളിച്ച് വീട്ടിൽ കയറുന്നുണ്ട്. അപ്പം അനീഷ്, കോമഡി സ്റ്റാർസ് തൊട്ട് ഞാൻ കണ്ട കുട്ടിയാണ്, പക്ഷെ അറിയാത്ത ഭാവം കളിക്കാം. ഹലോ, ആരാണ്? ഞാൻ ശൈത്യ ആണല്ലേ, എന്താ ചെയ്യുന്നത് അനീഷ്? അപ്പം പുള്ളിക്കാരി അനീഷ് വിചാരിച്ച് കാണും ചിലപ്പോൾ കോമഡി സ്റ്റാർസിലുണ്ട്, ഇതിലുണ്ട്, അതിലുണ്ടെന്നൊക്കെ പറയുന്നു. ഞാൻ അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ആണോ? അതല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത്. പോട്ട്, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേണു സുതി, പഞ്ചാരടി പഞ്ചാരടി ആരൊക്കെയോ എടുത്തു കേട്ടോ സ്റ്റാർ. അങ്ങനെ നമ്മുടെ ഒരു മാറ്റവും ഇല്ല. നമ്മുടെ റീൽസിൽ കാണുന്ന രേണു സുതി പോലെ ഡാൻസ് കളിക്കുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ, രേണു എന്തൊക്കെയാണ് രേണു, വെൽക്കം വെൽക്കം. അപ്പോൾ രേണു, വെൽക്കം ലാലേട്ടാ, വെൽക്കം. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ, സോഷ്യൽ മീഡിയ തുറന്നാൽ രേണു മാത്രമല്ലേ ഉള്ളൂ. ലാലേട്ടാ ഞാൻ മാത്രമേ ഉള്ളൂ, എന്താണെന്നറിയില്ല. അപ്പോഴത്തേക്ക് സുധിച്ചേട്ടൻ്റെ ബാഗുമായിട്ട് വന്നേക്കെയാണ്, വീട്ടിൽ കയറുകയാണ്. സുധിച്ചേട്ടാ ഞാൻ എത്തി, സുധിച്ചേട്ടാ ഞാൻ എത്തി ഇവിടെ. അപ്പോൾ അവിടെ ഇരിക്കണ എല്ലാവരും അവൾ വന്നിട്ടുണ്ട് കേട്ടോ, ഒറ്റ സ്ക്രീൻ സ്പേസ് കൊടുക്കരുത്. അപ്പോൾ ആദ്യം തന്നെ മുൻഷി രഞ്ജിത്ത്, രേണു ഞാൻ കുറച്ച് നാൾ ഇവിടെ തന്നെ ഇല്ലായിരുന്നു, അതായത് ഈ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഇല്ലായിരുന്നു, രേണുവിനെ തപ്പി നടക്കുകയായിരുന്നു, നീ ഇവിടെ വന്നല്ലോ. അപ്പോൾ രേണു, താങ്ക് യു, ഞാൻ എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് തരും കേട്ടോ, എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടും. ഓക്കെ. അപ്പാണി, അടുത്ത അപ്പാണിയാണ് അവസാന എൻട്രി. എനിക്കൊരു മണിക്കുട്ടൻ വൈബൊക്കെ ഫീൽ ചെയ്തു അപ്പാണി നിന്നിട്ട്. എല്ലാവരും വീട്ടിൽ കയറി. ലാലേട്ടൻ പറയാണ് പണികൾ വരുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരും ലീവിങ് ഏരിയയിൽ വന്നിരിക്കുക, എല്ലാവർക്കും സ്വാഗതം 7ന്റെ പണിപ്പുരയിലേക്ക്. ഓക്കെ. അപ്പം ബിഗ് ബോസ് എല്ലാവരും, ബിഗ് ബോസ് ഹായ് ഒന്നും പറയണ്ട, ടാസ്കിൻ്റെ റിസൾട്ട് അറിയണ്ടേ. അപ്പോൾ ആദ്യം ആര്യൻ, ഫസ്റ്റ് 3 പേര്, ആര്യൻ, ബിന്നി ആൻഡ് ഷാനവാസ്. ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും ഓരോ സ്റ്റാർ കൊടുക്കും. ഓക്കെ. ആദ്യ കടമ്പ നിങ്ങൾ കയറിയിരിക്കുകയാണ്. സ്റ്റോർ റൂമിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് വന്നിട്ടുണ്ട്, പോയി എടുക്കൂ എല്ലാവരും. ഡ്രസ്സ് വന്നു, വാടി വാടി വാടി, നമുക്ക് എല്ലാവർക്കും പോയി ഡ്രസ്സ് എടുക്കാം. 2 ബാഗാണോ? അപ്പം നിവീൻ, 1 ബാഗേ വരത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ ബാഗ്. ഓക്കെ, മൈ മേക്കപ്പ് ഐറ്റംസ് എവിടെയാണ്? എല്ലാവരും തപ്പുന്നുണ്ട്. ഓക്കെ. എന്തൊരു വെയിറ്റ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഇത്രയും വെയിറ്റ് ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ തൂക്കി എടുത്തുകൊണ്ട് ബെഡ്റൂമിൽ കൊണ്ടുപോവേ. എന്നിട്ട് വലിയ കാര്യത്തിൽ തുറന്നു നോക്കുമ്പോൾ നിറച്ച് കല്ലും മണ്ണും ഒക്കെ, ഒന്നുമില്ല. ആകെ ആര്യനും ബിന്നിക്കും ഷാനവാസിനും മാത്രമേ ഡ്രസ്സ് കിട്ടിയിട്ടുള്ളൂ. അപ്പം ബിഗ് ബോസ്, ബാ പറഞ്ഞുതരാം, കളി പറഞ്ഞുതരാം. ഓക്കെ. ഈ ടാസ്ക് എന്ന് പറയുന്നത് റേസ് ടാസ്ക് വിജയിച്ച 3 പേർക്ക് മാത്രമേ എല്ലാം ഉള്ളൂ. ഓക്കെ. നിങ്ങൾ ആരും പേടിക്കണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പേടിച്ചേ പറ്റുള്ളൂ. കാര്യം നിങ്ങൾക്ക് ആർക്കും ഒരു ഡ്രസ്സും കിട്ടാൻ പാടില്ല, ബാക്കി എല്ലാവർക്കും സ്റ്റാർ ഉണ്ട്. ഓക്കെ. സ്റ്റാർ തട്ടിയെടുത്താൽ അവരുടെ പെട്ടി പോയിട്ട് നിങ്ങളുടെ പെട്ടി പുറത്ത് വരും. നിങ്ങൾ ഒരിക്കലും ഈ സ്റ്റാറുകൾ ഒളിച്ചു വെക്കാനും പാടില്ല. പിന്നെ ഷെയറിങ് ഈസ് നോട്ട് കെയറിങ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞേക്കുന്നത്. അതായത് ഇവരുടെ ഡ്രസ്സ് ഷെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ. ബാക്കി നാളെ. ഓക്കെ. അപ്പം ലാലേട്ടൻ ഭാവം താഴിട്ടൊക്കെ പൂട്ടിയിട്ട് പൂത്തിരി കത്തിക്കുക പോലെ കത്തിച്ചില്ല. ലാലേട്ടൻ തന്നെ പേടിച്ചു പോയി. അങ്ങനെ പേടിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഗ്രാൻഡ് ലോഞ്ചിൻ്റെ എപ്പിസോഡ്. ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ്. സ്റ്റാർ ആർക്കോ കിട്ടിയെന്നറിയില്ല, ഞാൻ നോക്കിയിട്ട് വരട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരാം. അതുവരേക്കും ബൈ.